അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ചിരി വന്നത് ഏകാള് ദശവചെണ്ണ. അതെന്താ കാര്യം എന്ന് പറയട്ടെ, അത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഇമോഷണൽ സീനാണ് ഞങ്ങൾ, എന്താണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അശോകൻ ചേട്ടൻ ഇപ്പം ഈ വെച്ചേക്കുന്ന മീശയും ഇല്ല. അശോകൻ ചേട്ടൻ മീശ ഇല്ലാതാണ്. വേറെ പടത്തിന് വേണ്ടിയാണ്, അത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അശോകൻ ചേട്ടൻ ഞാൻ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ സീനാണ്. അപ്പം ഒന്നും വേണ്ട, അശോകൻ ചേട്ടൻ ഈ മീശയൊക്കെ പഠിച്ചിട്ടുള്ളോ അശോകൻ ചേട്ടൻ. അപ്പോൾ ഈ കഥയും കഥാപാത്രങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാമല്ലോ, അശോകൻ ചേട്ടൻ എന്താണെന്നൊക്കെ അറിയാവുന്നതുകൊണ്ടും കൂടി ആയിരിക്കാം. പക്ഷേ അശോകൻ ചേട്ടൻ എൻ്റെ പുറത്ത് വന്ന് ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ അശോകൻ ചേട്ടൻ എന്നെ നോക്കി ഒരു ചിരിച്ച് എനിക്കത് പെട്ടെന്ന് ഞാൻ ചിരിച്ചു പോയി ചേട്ടാ. കാരണം അതുവരെ അശോകൻ ചേട്ടൻ നമ്മൾ മീശ വെച്ചൊക്കെയുള്ള കൂടുതൽ കണ്ടേക്കുന്നത്. എനിക്ക് തോന്നുന്നു 1-2 പടത്തിലല്ലേ ഇല്ലാതിരുന്നിട്ടുള്ളൂ, വളരെ വിരളമാണ്. അപ്പൊ എന്താന്ന് പറയുന്നത്, ആ ക്യാരക്ടറിന്റെ ഹ്യൂമറോ അത് അശോകൻ ചേട്ടന്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷനോ എന്തോ പെട്ടെന്ന് അങ്ങോട്ട് ചിരിച്ചു പോയി. പിന്നെ എനിക്ക് ചിരി നിർത്താൻ പറ്റില്ല. ഞാൻ തിരിയുമ്പോ അശോകൻ ചേട്ടനെ ലൈറ്റ് പോണത് പ്രശ്നമല്ല, പെട്ടെന്ന് എടുക്ക് അത് പ്രശ്നമല്ല. ഒന്നുകൂടെ എന്ന് പറയും അങ്ങനെ. അപ്പോൾ ലൈറ്റ് പോകണം, പെട്ടെന്ന് എടുക്കണം. അപ്പോൾ ഡയറക്ടർമാരൊക്കെ ഇങ്ങനെ പറയാം, അശോകൻ ചേട്ടൻ അതൊന്നും പ്രശ്നമില്ല, അശോകൻ ചേട്ടൻ്റെ കാര്യം കറക്റ്റാക്കിയിട്ടേ അശോകൻ ചേട്ടൻ നിർത്തുള്ളൂ. ലെജൻഡ് എന്ന് ലെജൻഡാന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. സത്യസന്ധമായ ഒരു കാര്യമാണ്. ഇദ്ദേഹത്തിൻ്റെ വന്ന വഴി പെരുവഴിയമ്പലം മുതൽ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇദ്ദേഹം ചെയ്യാത്ത കഥാപാത്രങ്ങളും ഇല്ല, രീതികളും ഇല്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയുടെ പോലെ നമ്മളോട് സംശയങ്ങൾ ചോദിക്കും. ഞാൻ ആദ്യം പരിചയപ്പെടുന്ന യമണ്ടൻ പ്രേമകഥ എന്ന് പറഞ്ഞ സിനിമയിലാണ്. ഞാനും വിഷ്ണു നിൽക്കുമ്പോൾ ബിബിനെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കുഞ്ഞു കുട്ടി ചോദിക്കുന്ന ഒരു സീനിയർ ചോദിക്കുന്ന പോലെ അല്ല, എങ്ങനെയാണെന്ന് ആ ക്ലാരിറ്റി വരുത്തും. ഈ ക്ലാരിറ്റി വരുത്തി പുള്ളി ചെയ്യും. അപ്പോൾ ചെയ്യുമ്പോഴും നമുക്കുണ്ടല്ലോ നോർമലായിട്ട് തോന്നുള്ളൂ. പക്ഷെ സ്ക്രീനിൽ വിജയരാഘവൻ സാർ കിഷ്കിന്താണ്ടത്തിന്റെ ഇതില് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ തനിക്ക് എന്തിനാണോ അവാർഡ്? താൻ കൂടെ വർക്ക് ചെയ്യാത്ത ഏതെങ്കിലും ലെജൻഡറി ഡയറക്ടേഴ്സ് ഉണ്ടോ? താൻ പെർഫോം ചെയ്യാത്ത റോളുകളുണ്ടോ? അതിൽ വലിയ അവാർഡിന് ഞാൻ പറയട്ടെ, ഇൻഹരിയർ എന്ന് പറഞ്ഞൊരു പടം ചെയ്തത് സിദ്ദിഖ് ലാൽ എന്ന് പറഞ്ഞ ഭയങ്കര കോമഡി രചയിതാക്കളും മിമിക്രി ആർട്ടിസ്റ്റുകളുമായിരുന്ന ആൾക്കാരാണ്. ഒരിക്കലും ഞാനും വിപിനുമാണ് പടം ചെയ്യണമെങ്കിൽ അശോകൻ ചേട്ടനെ അതിൽ സെലക്ട് ചെയ്യില്ല. സത്യം കേട്ടാ, സത്യം. അവര് 3 പേരും വേറെ തലം, ഇത് അതൊന്നും തലം. കണ്ണി കണ്ട അലവലാദികളും പെണ്ണു നോക്കിയവരും ബസ് സ്റ്റോപ്പിൽ നിപ്പുണ്ടാവും എന്ന് പറഞ്ഞാൽ അടുത്ത കട്ട അവരെ കാണിക്കുമ്പോൾ ചേട്ടൻ അത്ര നാച്ചുറൽ ആയിട്ട് പറഞ്ഞോണ്ടാ ചിരി പറ്റാ. അത് അതിന് പകരം നമ്മൾ ഇത്തിരി സ്ട്രെസ് ചെയ്ത് പറഞ്ഞാല എടാ കണ്ണി കണ്ടെന്ന് പറഞ്ഞ് ബലം കൊടുത്ത് പറഞ്ഞാൽ ഇല്ല, പുള്ളി പറയാണ്, ആ പെണ്ണിനോട് കൺവിൻസ് ചെയ്യാ.